സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് KSU പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ലാത്തി വീശി. പ്രവർത്തകർ പിരിഞ്ഞു പോകാത്തതിനെ തുടർന്ന് ഗ്രനേഡും ജലപീരങ്കിയും പ്രയോഗിച്ചു. സംഘർഷത്തിൽ നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റു. വിവരങ്ങളുമായി നിതിൻ പ്രഭാകരൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നിതിൻ, വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായിരിക്കുന്നു. സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് KSU പ്രവർത്തകരാണ് പ്രതിഷേധിച്ചത്. മാർച്ചിൽ സംഘർഷം ഉണ്ടാകുന്ന ഒരു സാഹചര്യം, ഗ്രനേഡും പോലീസ് ജലപീരങ്കിയും പ്രയോഗിക്കുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നല്ലോ. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ശ്രുതി, പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ ഉത്തരവാദികളായവർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് KSU പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം അരങ്ങേറിയത്. ഉച്ചയോട് കൂടിയാണ് നൂറുകണക്കിന് വരുന്ന KSU പ്രവർത്തകർ സർവകലാശാല ആസ്ഥാനത്തേക്ക് മാർച്ചുമായി എത്തിയത്. മാർച്ച് പോലീസ് തടഞ്ഞതിന് പിന്നാലെ തന്നെ ശക്തമായ ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറാകാതെ ഇരുന്നവരെയാണ് പോലീസ് ലാത്തിച്ചാർജ് നടത്തിയത്. തുടർന്ന് പ്രവർത്തകർക്ക് നേരെ ഗ്രനേഡ് എറിഞ്ഞു. സംസ്ഥാന ജില്ലാ നേതാക്കൾ ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റു. പോലീസ് മാർച്ചിന് നേരെ അതിക്രമം അഴിച്ചുവിട്ടതോടെ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പൂക്കോട് സർവകലാശാലയ്ക്ക് മുമ്പിൽ റോഡ് ഉപരോധിച്ചു. ഇത് ഏറെ നേരം ഗതാഗത തടസ്സത്തിനും ഇടയാക്കി. വലിയ പ്രതിഷേധമാണ് KSUവിൻ്റെ നേതൃത്വത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അതായത് നിലവിൽ കോളേജ് കവാടത്തിന് മുമ്പിൽ KSU ജില്ലാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ അനിശ്ചിതകാല നിരാഹാര സമരം കഴിഞ്ഞ ദിവസം ആരംഭിച്ചിരുന്നു. ഈ നിരാഹാര സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും സിദ്ധാർത്ഥന്റെ മരണത്തിൽ ഉത്തരവാദികളായവർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുമായിരുന്നു KSU പ്രവർത്തകർ കോളേജിലേക്ക് മാർച്ച് നടത്തിയത്. KSU പ്രവർത്തകർക്ക് പുറമെ MSF ഫ്രറ്റേണിറ്റി പ്രവർത്തകരും ഇന്ന് ക്യാമ്പസിലേക്ക് മാർച്ച് നടത്തി. ഈ മാർച്ചുകളിലും നേരിയ സംഘർഷമുണ്ടായി. കോളേജിന്റെ ഗേറ്റിന് പുറത്ത് ഇപ്പോഴും വലിയ തരത്തിലുള്ള പോലീസ് കാവൽ തുടരുകയാണ്. ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നാണ് KSU നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. കാരണം KSU ജില്ലാ പ്രസിഡന്റ് കോളേജിന് പുറത്ത് നിരാഹാരം ഇരിക്കുന്നുണ്ട്. ഈ നിരാഹാര സമരം ഒത്തുതീർപ്പാക്കണമെങ്കിൽ ഈ പിടിയിലായ പ്രതികൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തണമെന്നാണ് KSUവിൻ്റെ ആവശ്യം. കൊലക്കുറ്റം ചുമത്താതെ സമരത്തിൽ നിന്ന് ഒരടി പിറകോട്ട് പോകില്ലെന്നാണ് KSU ജില്ലാ സംസ്ഥാന നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീണ്ടും ക്യാമ്പസിലേക്ക് പ്രതിഷേധമായി എത്തുമെന്ന് ജില്ലാ KSU നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. വലിയ പോലീസ് ബന്ദോബസ്താണ് ക്യാമ്പസിന് പുറത്ത് ഇപ്പോഴും തുടരുന്നത്. ശ്രുതി, നിതിൻ, അതുപോലെ തന്നെ ഈ CPIM നേതാക്കൾ പാർട്ടിക്കെതിരെ വരുന്നൊരു സാഹചര്യമൊക്കെ, പ്രതികൾക്ക് വേണ്ടി പാർട്ടി ഇടപെട്ടില്ല എന്ന് വയനാട് CPIM പറയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. തീർച്ചയായും കഴിഞ്ഞ ദിവസങ്ങളിലാണ് ചില മാധ്യമങ്ങളിൽ ഇത്തരത്തിൽ ഒരു വാർത്ത വന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായ പ്രതികളെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയപ്പോൾ ജില്ലയിലെ ഒരു ഉന്നത CPM നേതാവ് മജിസ്ട്രേറ്റിൻ്റെ ചേംബറിലേക്ക് എത്തിയെന്ന രൂപത്തിൽ വാർത്ത പുറത്തു വന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇതിനെ പ്രതിരോധിക്കാനാണ് ഇന്ന് CPIM വയനാട് ജില്ലാ സെക്രട്ടറിയുടെയും മുൻ എം എൽ എയും വയനാട് ജില്ലാ സെക്രട്ടറിയുമായിരുന്ന CK ശശീന്ദ്രൻ്റെയും നേതൃത്വത്തിൽ ഇന്ന് വയനാട്ടിൽ വാർത്താസമ്മേളനം നടത്തിയത്. ഈ വാർത്താസമ്മേളനത്തിന് അത്തരത്തിൽ ഉള്ള ആരോപണം, അതായത് പ്രതികൾക്കൊപ്പം CPM നേതാക്കൾ എത്തിയെന്ന ആരോപണം തികച്ചും അടിസ്ഥാനരഹിതമാണ്. പ്രതികളെ സംരക്ഷിക്കാൻ ഒരു തരത്തിലും CPIM നേതൃത്വം ശ്രമിച്ചിട്ടില്ല എന്നാണ് പാർട്ടി നേതാക്കൾ വ്യക്തമാക്കുന്നത്. പക്ഷേ പിടികൂടിയ പ്രതികളിൽ പലർക്കും SFI നേതൃത്വവുമായി അടുത്ത ബന്ധമാണുള്ളത്. SFIയുടെ യൂണിറ്റ് ഭാരവാഹികളും കോളേജ് യൂണിയൻ ഭാരവാഹികളും ഈ കേസിനകത്ത് പോലീസിൻ്റെ പിടിയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ സംരക്ഷിക്കാൻ CPIM നേതൃത്വം ഇടപെട്ടു എന്ന ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ഈ പ്രതിപക്ഷത്തിൻ്റെ ഈ ആരോപണത്തിന് മറുപടിയായാണ് CPM ജില്ലാ സെക്രട്ടറിയും മുൻ ജില്ലാ സെക്രട്ടറിയും ഇന്ന് വയനാട്ടിൽ വാർത്താസമ്മേളനം നടത്തിയത്. ശ്രുതി, വ്യക്തമാണ്. സിദ്ധാർത്ഥന്റെ മരണത്തിൽ KSU പൂക്കോട് സർവകലാശാലയിലേക്ക് നടത്തിയ മാർച്ചിലാണ് വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് നയിച്ചത്. പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി ചാർജ് പ്രയോഗിക്കുകയായിരുന്നു. അതുപോലെ തന്നെ പ്രതികൾക്ക് വേണ്ടി പാർട്ടി ഇടപെട്ടിട്ടില്ലെന്ന് വയനാട് CPIM വാർത്താ സമ്മേളനത്തിലൂടെ പറയുകയുണ്ടായി. തെറ്റായ പൊതുബോധം സൃഷ്ടിക്കാൻ ശ്രമം നടക്കുന്നുവെന്നും വിമർശനം ഉണ്ടായിരുന്നു. ഏതായാലും വലിയ രീതിയിലുള്ള സംഘർഷമാണ് KSU നടത്തിയ മാർച്ചിൽ ഉണ്ടായിരിക്കുന്നത്. പോലീസ് ലാത്തി ചാർജ് പ്രയോഗിക്കുകയും ഗ്രനേഡ് പ്രയോഗിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യവും ഒക്കെ ഉണ്ടായിരുന്നു. ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമാണ്. വിവരങ്ങളാണ് നിതിൻ പ്രഭാകരൻ നൽകിയത്.